ഇന്ന് നമ്മൾ പിരിയാണ്. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല. കുട്ടികളുമായും കാണരുത്. എന്താ 2 ദിവസം വരാഞ്ഞ്? ഒന്നില്ല. എന്നോടും എൻ്റെ കുട്ടികളോടും ഹേമ ചെയ്യുന്ന ഉപകാരത്തിന് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഈ ഉപകാരം ഒരു മാനസിക ബാധ്യതയായി തീരരുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് പിരിയുമ്പോൾ കണക്കുകൾ തീർത്തിട്ട് പിരിയണം. അതിന് എന്തെങ്കിലും പ്രതിഫലം ഹേമ വാങ്ങിയേ തീരൂ. അത് എത്ര വലുതാവുന്നോ അത്രയും നല്ലത്. പണമാണോ ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ വെറും തരാൻ ഒക്കില്ലല്ലോ. ഒക്കും. എനിക്ക് വേണ്ട പ്രതിഫലം തരാൻ നിങ്ങൾക്കൊക്കും. ഒരു വലിയ പ്രതിഫലം. എന്താ അത്? എല്ലാ അഹങ്കാരവും മറന്ന് കാലിൽ വീണ് കേണപേക്ഷിച്ചായാലും അവരുടെ മമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. അത് നിർബന്ധം. എന്തൊക്കെയോ വാശിക്ക് നിങ്ങൾ പറിച്ചെടുക്കുന്ന കുട്ടികളുടെ ബാല്യം ഉണ്ടല്ലോ, അമ്മയില്ലാതെ വെറുതെ പോകുന്ന ആ ബാല്യം, അതിനി ഒരിക്കലും തിരിച്ചു കൊടുക്കാനാവില്ല നിങ്ങൾക്ക്. അനുവിനും സുധിക്കോ അവരുടെ മമ്മിയെ കൊണ്ടു കൊടുക്കോ? എത്രയും പെട്ടെന്ന് കൊടുക്കോ? കൊടുക്കാം. വാക്കാ? വാക്ക്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ഡാഡി വന്നു. ഇനി നമ്മൾ പോവാ സ്കൂളിലേക്ക്. ഈ മമ്മി നിങ്ങൾക്കൊരു നല്ലത് ചെയ്തിട്ടുണ്ട്. എന്താ അത്? ഇപ്പോഴൊന്നും ചോദിക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങളതറിയും. എന്താ അത്? പറ. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളത് അറിഞ്ഞോളും. ശരി, റെഡിയാവും, പോവാ. வண்டி போகாது சார், ரோடு எல்லாமே பிளாக் ஆயிருக்கு. ഞാനൊന്ന് അന്വേഷിക്കാം. നിങ്ങളോട് നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും നോക്കിട്ട് വരാം. என்னாச்சு? ரோடெல்லாம் பிளாக்கா இருக்கே. இன்னைக்கு மத்தியானம் ஊட்டியில பயங்கரமான சைக்ளோன் சார். பெரிய பெரிய மரம் எல்லாம் விழுந்துருச்சு. இங்க இருந்து யாரும் அங்க போக முடியல, அங்க இருந்து யாரும் இங்க வர முடியல. ஆமா, நீங்க எங்க போனோம்? இல்ல, பசங்களை ஸ்கூல்ல விடணும். ஸ்கூல் எல்லாம் க்ளோஸ் பண்ணிருக்கு சார். இன்னும் 1 வாரம் கழிச்சு தான் திறப்பாங்க. சாயந்தரம் பேப்பர்ல படிக்கலையா? എന്താ ചെയ്യാ? എന്ത് ചെയ്യണം? ഇവരറിയുമ്പോ കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഒരാഴ്ച കൂടെ കിട്ടിയല്ലേ അവർക്ക്. അതുകൊണ്ട് ഒരാഴ്ച കൂടെ നിൽക്കണമെന്ന് ഹേമയെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ഹേമയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അപേക്ഷിക്കും, യാചിക്കും. പറ്റില്ല, ഇനി പറ്റില്ല. എനിക്ക് പോണം, പോയേ തീരൂ. ഇന്ന് 9-ാം തീയതിയാണ്. ഇപ്പോ ഇവിടെ വെച്ച് പിരിയാണ് ഞാൻ, എന്നേക്കുമായി. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും തരാനായി ഇനി എൻ്റെ കയ്യിൽ സമയമില്ല. എനിക്കുണ്ടൊരു ജീവിതം. അവിടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരുണ്ട്. പോണം. ആലോചിക്കാം. തിരികെ പോയി സമാധാനമായിട്ട് ആലോചിക്കും. ഇല്ല, വരില്ല. പറഞ്ഞല്ലോ, പോവുകയാണ് ഞാൻ. ഇല്ല, ഹേമയ്ക്ക് പോകാനാവില്ല. എന്നെ എന്റെ കുട്ടികളെ ഈ വഴിവെക്കിൽ വിട്ടിട്ട് ഹേമയ്ക്ക് പോകാനാവില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നെ പിടിച്ചു വെക്കുവോ? പിടിച്ചു വെക്കാൻ ഞാൻ നിങ്ങളുടെ ആരാ? പറ, ഞാൻ നിങ്ങളുടെ ആരാ? ശരി, ഹേമയ്ക്ക് എവിടാ പോകുന്നു? എങ്ങോട്ടാ പോകുന്നത്? പറ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട. ഞാനിനി നിൽക്കുന്ന ഓരോ നിമിഷവും ആ കുട്ടികളുടെ അമ്മയെ അവരിൽ നിന്ന് ഞാനായിട്ട് അകറ്റി നിർത്തുകയാവും. അതിനി ഉണ്ടാവില്ല. ഹേമേ, അഹങ്കാരം കാണിക്കല്ല. നിങ്ങളുടെ കുട്ടികളുടെ അമ്മയ്ക്ക് എളുപ്പം വരാനായി വഴി ഒരുക്കുകയല്ല. ഞാൻ പോകുന്നത് എന്റെ ജീവിതത്തിലേക്കാ. അവിടെ നിങ്ങൾ ആരുമല്ല, ആരും. ആ ഇരുളിലേക്ക് ഞാൻ മറയുമ്പോ അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ തിരികെ വിളിക്കരുത്, പ്ലീസ്.
സുധി, അനു, രണ്ടു ദിവസം ഡാഡി ഞങ്ങളെ കാണാൻ വന്നേ ഇല്ല. ഇപ്പൊ ഡാഡി വന്നപ്പോ ഡാഡിയോട് വഴക്കിട്ട് മമ്മി പിന്നെ പോവാണല്ലേ? മമ്മി പോവണ്ട. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ എല്ലാരും ഇങ്ങനെയൊക്കെ? എന്തിനാ എന്നോട് വീണ്ടും വഴക്കിട്ട്? കുട്ടികൾ സങ്കടപ്പെട്ടത് കണ്ടിട്ട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? ഹേമയുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താ ചെയ്യുക? 2 ദിവസം വരാതിരുന്നത് മനഃപൂർവ്വമാണ്. ഇനിയും ചിലപ്പോൾ വന്നില്ല എന്ന് വരും. പോട്ടെ. നാളെ വരണം. പറ്റുമെങ്കിൽ നേരത്തെ വരണം. എന്താ കാര്യം? അനുമോൾക്ക് ചെറിയ പനിയുണ്ട്. സാരമില്ല, പൊയ്ക്കോളൂ, ഞാനുണ്ടല്ലോ. സാരമില്ലെന്നേ, ഞാൻ നോക്കിക്കോളാം. Hello, is it City Hospital? Will a pediatrician be available? My child is very sick. I will bring her immediately. അനുവിന് തീ പോലെ പൊള്ളുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. സുധി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒന്ന് നോക്കിക്കോണേ. സുധി, സുധി, മോനെ എനിക്ക് ഈ സിറ്റി ഹോസ്പിറ്റൽ എവിടെ ആയിട്ടാ? എന്താ കാര്യം? കുട്ടിക്ക് സുഖമില്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുക. എനിക്കും പോകണം. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താ. ചോദിക്കുന്നുണ്ട്, വിരോധം തോന്നരുത്. ഹേമ ഇല്ലാതെ വേറെ ആരുമില്ല ഇവിടെ? അച്ഛൻ, അമ്മ, സഹോദരങ്ങള്? ഈ വീട്ടിലിപ്പോ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹേമ? അതിന് വല്ലപ്പോഴും വരും, പോകും. ഇന്ന് 9-ാം തീയതിയല്ലേ, ഇന്ന് പോകുന്നാ പറഞ്ഞിരുന്നത്. എങ്കിൽ പിന്നെ ഇതാരുടെ വീടാ? മുതലാളിയൊക്കെ അങ്ങ് ബോംബെയിലാ. മുതലാളിയുടെ മകളുടെ കൂട്ടുകാരിയാ. ആശമോള് ഫോൺ ചെയ്ത് പറയും ഈ കൊച്ചു വരുന്ന വിവരം. വന്നാ പിന്നെ സ്വന്തം വീട് പോലെയാ. ആ ഉടുപ്പും സാരിയും കാറും ഒക്കെ ആശമോടതാ. ഈ ഹേമയുടെ വീടോ? കാസർഗോഡിന്റെ അടുത്തും കണ്ട. പാവപ്പെട്ട കുടുംബത്തിലാ. കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും ചോദിക്കാറില്ല. സുധി, എനക്ക് അനുമോക്ക് സുഖമില്ല. വാ, നമുക്ക് പോവാം.
പൊയ്ക്കോളൂ, ഡാഡിയും കുട്ടി പൊയ്ക്കോളൂ. പറയുന്ന കേക്ക് സുധേ, നല്ല കുട്ടിയല്ലേ, പൊയ്ക്കോ. പൊയ്ക്കോളൂ. വേണ്ട, ഞങ്ങളിവിടെ എന്നോളം കുറച്ചു നേരം. സുധയ്ക്ക് കുളിക്കൊക്കെ വേണ്ടേ? പോ. ഹേമയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട. ഓഫീസിൽ നിന്ന് നാട്ടിൽ നിന്ന് ഞാൻ ആരെങ്കിലും വിളിപ്പിക്കണോ ഒരു സഹായത്തിന്? സുധയുടെ കാര്യം നോക്കാൻ വേണമെങ്കിൽ ആരെങ്കിലും വിളിപ്പിച്ചോളൂ. ഞാൻ നോക്കിക്കോളാം. നമുക്ക് അനുവിനെ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോവാം. അതെന്താ അങ്ങനെ? ഹേമയുടെതല്ലാത്ത വീട്ടിലേക്ക് എന്റെ കുട്ടികളെ കൊണ്ടുപോകാന്ന് വെച്ചാൽ എന്നെ കുറിച്ചൊന്നും അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനുവിനെ വേണമെങ്കിൽ കൊണ്ടുപോക്കോളൂ, പക്ഷെ ഞാൻ വരില്ല. ശരി, പോ. വേണ്ട സുധി, അനുവിന്റെ അടുത്ത് കിടക്കണ്ട, അപ്പുറത്ത് പോയി കിടക്കാൻ. ഞാനിന്ന് ഇവിടെ കിടക്കും. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, പനി മാറിയിട്ടില്ല, പകരൂന്നൊക്കെ. സാരില്ല, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോളാം. കേക്ക് സുധി. വേണ്ട മമ്മി, സുധിയോടാ പറഞ്ഞത് അപ്പുറത്ത് പോയി കിടക്കാൻ. ഞാനിന്ന് ഇവിടെ കിടക്കും. കേക്കില്ലല്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറയണു ഇവിടെ കിടക്കണ്ട കിടക്കണ്ടെന്ന്. നിനക്ക് എന്താ കുട്ടികളായ നിനക്ക് ഇത്ര വാശി? കേക്കില്ലല്ലേ? എത്ര വട്ടം ഞാൻ പറയുന്നു, എന്നിട്ട് എന്താ നിനക്ക് അഹങ്കാരം? എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? എനിക്ക് നിന്റെ മുഖം കാണണ്ട. കുട്ടികൾ വളർത്തേണ്ട എങ്ങനെയാ? ഡാഡി ചോദിച്ചോളാം. ഹേമ ഇന്നലെ വരെ ആരായിരുന്നു എന്തായിരുന്നു എന്ന് എനിക്ക് അറിയേണ്ടതൊന്നേ ഉള്ളൂ. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകം ഇതൊരു യാഥാർത്ഥ്യമാക്കിക്കൂടെ? ആ കുട്ടികളുടെ അമ്മയായിക്കൂടെ? എന്റെ ഭാര്യയായിക്കൂടെ? ഒരിക്കലും തീരാത്ത സ്നേഹം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഈ ലോകത്തിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ കുട്ടികളോട്, എന്നോട്, നിങ്ങളുടെ ഭാര്യയോട്. അവരെ തിരികെ വിളിച്ചുകൊണ്ട് വരാൻ എനിക്ക് വാക്ക് തന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിക്ക. ഞാൻ നിങ്ങളെ വിടില്ല. ഇപ്പൊ കൊണ്ടുവരണം അവര്. ഇപ്പൊ തന്നെ കൊണ്ടുതരണം എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെ. കൊണ്ടുവാ. ആ കുഞ്ഞുങ്ങളുടെ അമ്മയെ തിരികെ വിളിച്ചിട്ട് വരാൻ എനിക്കാവില്ല. ആ അമ്മ ഇന്ന് ജീവനോടെ ഇല്ല. അവരുടെ അച്ഛനും ജീവനോടെ ഇല്ല.